ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണല്ലേ? ഇന്ന് ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ മൈനാപ്പള്ളി റെയിൽവേ ക്രോസാണ്, ഏറ്റടവാണ്. അങ്ങനെ ട്രെയിൻ വന്ന് ഇപ്പോൾ ഉടനെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവും. നമ്മൾ അങ്കിളുടെ വീട്ടിലോട്ട് പോകുന്നു. ഋതുവും ഞാനും അമ്മുമ്മയും അപ്പൂപ്പനും ഋതുവിൻ്റെ മാമനുമാണ്. അങ്ങനെ ഞങ്ങൾ ബിജു അങ്കിളിൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ ഋതു ഹാപ്പിയാണ്. ഋതുവിന് പറ്റിയ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. നല്ല കുഞ്ഞൊരു പോമറേനിയൻ. ഇതുപോലെ പല അതിഥികളും ഇവിടെ ഉണ്ട്. വഴിയെ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടും. ഈ ബോർഡ് നമ്മുടെ ബിജു അങ്കിളുടെ മോളുണ്ട്. മോള് ഒരു ബ്രൈഡൽ ബ്ലൗസ് വർക്കൊക്കെ നടത്തുന്ന ഒരു പുള്ളിക്കാരിയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഗസ്റ്റ്, നമ്മുടെ പേർഷ്യൻ പൂച്ച. കാണാം, അതുപോലെ മനോഹരമായ കാഴ്ചകൾ ബിജു അങ്കിളുടെ വീട്ടിൽ കാണാനുണ്ട്. ഫുൾ ഗാർഡനിങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇനി വേറൊരു സൂത്രം ഉണ്ടാണ്ടേ, ഞാനും ഋതുമോളൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലത്തിൽ കൂടെ നടന്ന് കളിക്കുകയാണ്. ഋതുമോൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളെല്ലാവരും കൂടെ അകത്തിരുന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ബിജു അങ്കിളുടെ മോളുടെ ബ്രൈഡൽ ഇത്ര എന്നാണ് അതിൻ്റെ പേര്. പുള്ളിക്കാരിക്ക് ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കാണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ബ്രൈഡൽ ബ്ലൗസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റ ID ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. കൊറോണ ടൈമിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം നല്ല വർക്കുകൾ കിട്ടുന്നുണ്ട്. ഋതുക്കുട്ടി കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്പേസും ഉണ്ട്. ഓരോന്ന് വലിച്ചു വാരിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ബിജു അങ്കിളിൻ്റെ വൈഫ്. പുള്ളിക്കാരി മ്യൂസിക് ടീച്ചറാണ്. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഋതുക്കുട്ടി അവിടെ കുഞ്ഞൊരു തയ്യൽ മെഷീൻ അതിനകത്ത് പണിയുകയാണ്. പിന്നെ ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ഇരുന്നു. ഋതുക്കുട്ടി അവിടെ എൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ ഫുഡ് അടിക്കാൻ ടൈമായി. എല്ലാവരും കൂടെ ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ നമ്മുടെ ബിജു അങ്കിളിൻ്റെ വൈഫ് പാട്ടുകാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ആൻറ്റിയുടെ വക കുറേ പാട്ടുകളൊക്കെ പാടി ഞങ്ങളവിടെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതും അച്ഛൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് തന്നെ. ഇവരെല്ലാവരോടും ഒരുമിച്ച് ITL പഠിച്ചത്. ബാക്കി കുറച്ച് പേരൂടെ ഉണ്ട്. അവരാരും വരുന്നില്ലായിരുന്നു. അവസാനം ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ചില്ലായി ഇങ്ങനെ അന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കൊച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.